Students, welcome back to another video of Smile Educity. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് എന്തെന്നാണ്? ചാപ്റ്റർ 3 ഫൺ വിത്ത് നമ്പേഴ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് നമ്പർ ലൈൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഫർദർ ഡ്യൂ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പേജ് അവോയ്ഡ് ചെയ്യാം, കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഗെസ് മൈ പ്ലേസ്, 3 ants are sitting on a number line. എന്തെന്നാണ് നമ്പർ ലൈൻ? ഇത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. റൈറ്റ് ദി നമ്പേഴ്സ് ഫോർ ദീസ് ആൻഡ്സ്. അപ്പോൾ നമുക്ക് 20 to 80 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിലായിട്ട് കുറച്ച് ആൻഡുകളുണ്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഉറുമ്പാണല്ലേ. അപ്പോൾ ഉറുമ്പുകൾ എന്താണ് ഈ ചാപ്റ്ററിൽ? ഉറുമ്പുകൾ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഉറുമ്പുകളുടെ പ്ലേസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ആൻഡ് ബ്ലാക്ക് ആൻഡ് എവിടെയാണ് ഇരിക്കുന്നത്? 30 അല്ലേ. കാരണം 20 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 30. പിന്നീട് 40, 50, 60, 70, 80 ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സാണ് വരുന്നത്? 20 to 80 ഇടയിൽ ഇൻ ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ 20 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 30, പിന്നെ 40, പിന്നെ 50, 60, 70 ആൻഡ് ഫൈനലി 80. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് സിറ്റിംഗ് ഓൺ ഡാഷ് നമ്പർ, ഏത് നമ്പറിലാണ് ബ്ലാക്ക് ആൻഡ് ഇരിക്കുന്നത്? അതെ, മക്കൾക്കറിയാം, 30 ഇരിക്കുന്നത്. പിന്നെ റെഡ് ആൻഡ് ഏത് നമ്പറിലാണ് ഇരിക്കുന്നത്? റെഡ് ആൻഡ് 20, 30, 40, 50 ഇരിക്കുന്നത് അല്ലേ. പിന്നെ ലാസ്റ്റ്ലി ബ്രൗൺ ആൻഡ് ആണുള്ളത്. ബ്രൗൺ ആൻഡ് ഏതിലാണ് ഇരിക്കുന്നത്? 60 ഇരിക്കുന്നത്. ഈ റെഡ് ആൻഡും ബ്രൗൺ ആൻഡും തമ്മിൽ എത്ര ഡിഫറൻസ് ആണുള്ളത്? നമുക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എത്ര ഡിഫറൻസ് ആണ്? 50 to 60. ഓരോ ജമ്പ് എടുക്കുമ്പോഴും നമ്മൾ 50 to 60 ഓരോ നമ്പറിൽ നിന്നും അടുത്ത നമ്പറിലേക്ക് പോകുമ്പോൾ +10 ആണല്ലേ. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ജമ്പിങ് ആണ് വരുന്നത്? 10ൻ്റെ ജമ്പിങ് ആണ് അല്ലേ. നമ്മൾ 10സിലാണ് നമ്മൾ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ 10 കഴിയുമ്പോഴും നമ്മൾ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഓരോ 10 കഴിയുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഓരോ നമ്പറും പാസ് ചെയ്ത് പോവുകയാണ്. കറക്റ്റ് ഒരു കൺസിസ്റ്റൻ്റ് ആയ പാറ്റേൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഓരോ നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് +10 ആണ് അല്ലേ വരുന്നത്. +10 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാമിൽ ഇത്രയാണ് നോക്കാനുള്ളൂ. നമുക്കൊരു ഐഡിയ, ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. ഇനി നമ്മൾ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമ്പർ ലൈൻ ഓഫ് 2 and 3. നമ്പർ ലൈൻ എന്താണെന്നാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി സ്കിപ്പ് കൗണ്ടിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ തവള ഓരോ നമ്പറിലേക്ക് ചാടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാടുന്നതിന് ഒരു ഫിക്സ്ഡ് ആയ ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ. ഈ തവള തോന്നിയ പോലെ ആദ്യം 4ലേക്ക് ചാടും, പിന്നെ 10ലേക്ക്, പിന്നെ 16ലേക്ക്, അങ്ങനെയല്ല, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട് അല്ലേ. 2ൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 6ലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സൊക്കെ എന്താണ്? കറക്റ്റ് നമ്പേഴ്സ് ഓഫ് യൂണിറ്റ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പം നമുക്കിത് ഒബ്സർവ് ചെയ്താൽ കാണാൻ കഴിയും എന്തെന്ന്. ഓരോ നമ്പറിലും 2 സ്പേസസ് ആണ് അല്ലേ വിടുന്നത്. 2 സ്പേസസ് ആണ് വിടുന്നത്. അപ്പോൾ സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 2 ആണ് എന്ത്? ഇത് നമ്മൾ ഓരോ 2നെയും സ്കിപ്പ് ചെയ്യുകയാണ്. ഓരോ 2നെയും നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് അല്ലേ. 2 കഴിഞ്ഞാൽ പിന്നെ 1 2, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചാടി, പിന്നെ 1 2 ഇങ്ങോട്ട് ചാടി, 1 2 അപ്പോൾ ഇങ്ങോട്ട് ചാടി, 1 2 അപ്പോൾ ഇങ്ങോട്ട് ചാടി. അങ്ങനെ നമ്മൾ ഓരോ 2നെയും സ്കിപ്പ് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2ൽ നിന്നാണ്
പിന്നെ നമ്മൾ ഓരോ 2നെയും സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെന്തെന്നാണ് പറയുന്നത് മക്കളെ? സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 2. സ്കിപ്പ് കൗണ്ടിങ് ഓഫ് അല്ലെങ്കിൽ ഇൻ കേട്ടോ. ഓഫാണ് ഒന്നും കൂടി നല്ലത്. സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 2 അല്ലേ? അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും സെക്കൻഡ് ഇതിലും അതെ, ഡയഗ്രത്തിലും അതെ, സെയിം 3യിലാണ്. 2ൻ്റെ പകരം 3യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2ൻ്റെ പകരം 3യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അതെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആണുള്ളത്. 3യിൽ നിന്ന് 6ലേക്ക്, 6ൽ നിന്ന് 9, പിന്നെ 12, പിന്നെ 15, പിന്നെ 18, ഇങ്ങനെ ഒരു പ്രോപ്പറായ രീതിയിലാണ് ചാടുന്നത്. അപ്പോൾ ഇവിടെ ഓരോ നമ്പറിന് ശേഷം എത്ര നമ്പറിൻ്റെ വ്യത്യാസമുണ്ട്? എത്ര നമ്പറിൻ്റെ വ്യത്യാസമുണ്ട്? 3 നമ്പേഴ്സിൻ്റെ വ്യത്യാസമാണ് അല്ലേ ഉള്ളത്? +3 ആണ്. അപ്പോൾ ഓരോ ജമ്പിൻ്റെയും ശേഷം, ഓരോ മൂവ്മെൻറ്റിൻ്റെ ശേഷം 3 നമ്പേഴ്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് നീങ്ങുന്നത്. എത്ര നമ്പേഴ്സാണ്? 3 നമ്പേഴ്സ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. 3 നമ്പേഴ്സാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ 3യിൽ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ? ഏത് നമ്പറിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നമ്പറിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ്. 2ൽ സ്റ്റാർട്ട് ചെയ്താൽ 2ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ്. അത് നമുക്ക് മേലെ കാണാനുണ്ട്. 3യിൽ സ്റ്റാർട്ട് ചെയ്താൽ 3ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ്. അപ്പോൾ ഇതിനെന്തെന്നാണ് പറയുക? സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 3. സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 3 എന്നാണ് ഇതിന് പറയാം. ഓക്കെ. ഇനി അടുത്തത് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തിരി പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. ഈ പാറ്റേൺസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തെ പാറ്റേണിൽ 1ൽ നിന്ന് 4ലേക്കും 4ൽ നിന്ന് 7ലേക്കാണ് ചാടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ജമ്പുകളാണ് അല്ലേ ഉള്ളത്. ഓരോ ജമ്പിൻ്റെ ഇടയിലും എത്രയാണ്? ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ജമ്പാണുള്ളത്. ഇപ്പോൾ ആദ്യം 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 1ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് അല്ല ഇവിടെ വരുന്നത്. പക്ഷേ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര നമ്പേഴ്സാണ് ഇവിടെ ഗ്യാപ്പ് ഇടുന്നത്? 1, 2, 3. 3 നമ്പേഴ്സാണ് ഇവിടെ ഗ്യാപ്പ് ഇടുന്നത് അല്ലേ? ഓരോ 3 നമ്പേഴ്സും കഴിഞ്ഞിട്ടാണ് ചാടുന്നത്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ നമ്മൾ എന്താണ് 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ട്. അപ്പം ഇനി 7ൽ നിന്ന് 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്യണം. 8, 9, 10. അപ്പോൾ ഇതിൽക്കാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചാടുക? 10ലേക്കാണ് ചാടുക. ഇനി 10ൽ നിന്ന് 3 നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. 12, 13, 14. 10ൽ നിന്ന് 11, 12, 13 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏതിലേക്ക് ജമ്പ് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ 13ലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ 1, 4, 7, 10, 13 അല്ലേ? 13 കഴിഞ്ഞാൽ ഇനി നമ്മൾ ഏതിലേക്കാണ് ജമ്പ് ചെയ്യുക? 14, 15, 16ലേക്ക് ജമ്പ് ചെയ്യും. പിന്നെ 16ൽ നിന്ന് നമ്മൾ 17, 18, 19ലേക്ക് ജമ്പ് ചെയ്യും. ഇതാണ് ഓർഡർ. ഒരു പ്രോപ്പറായ ഓർഡറാണ് അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അതേപോലെ നമുക്ക് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പർ ചാർട്ടാണ്. നമ്പർ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ ഒരു പാറ്റേണിലാണ് നമ്പേഴ്സ് ഈ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ആ പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായ ഓർഡറിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യണം ഈ നമ്പേഴ്സിനെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ 2 ഷേപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് എന്താണ്? ഒരു സർക്കിളാണ്. ആദ്യം കൊടുത്തിട്ടുള്ള ഷേപ്പ് ഒരു സർക്കിളാണ്. അപ്പോൾ നമുക്ക്
രണ്ട് ടൈപ്പ് ഓഫ് ഷേപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു സർക്കിളും പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ്, ഒരു ട്രയാങ്കിളുമാണ്. ഫസ്റ്റ് ഒരു സർക്കിളും പിന്നെ ഒരു ട്രയാങ്കിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിളും സർക്കിളും ഉള്ളത് പല ഡിഫറെൻ്റ് ആയ പ്ലേസസിലാണ്. 2ൽ നിന്ന് പിന്നെ 4ലേക്കും 4ൽ നിന്ന് 6ലേക്കും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്പർ എന്താണ്, രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് 1 കഴിഞ്ഞാൽ 2, പിന്നെ 2ൽ നിന്ന് 4, പിന്നെ 6 ആണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ എന്താണ്, 8 ആണ് അല്ലേ. 8 ആണ് വരിക. 8 കഴിഞ്ഞാലോ 10. ഇനി നമ്മൾ ട്രയാങ്കിളിൻ്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ വരുന്നത് 5 ആണ്. 5 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നെക്സ്റ്റ് 5 ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 1 2 3 4 5. 5 നമ്മൾ നോക്കുക, ജമ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഏതാണ്, 10 ആണ്. 10 കഴിഞ്ഞാൽ വീണ്ടും 5 നമ്പേഴ്സ്. അപ്പോൾ ഏതിൽക്കാണ് നമ്മൾ ജമ്പ് ചെയ്യുക, 15 അല്ലേ. 15ലേക്കാണ് നമ്മൾ ജമ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ചാർട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബാക്ക്വേർഡ് ജമ്പിങ് അല്ലേ. ബാക്ക്വേർഡ് ജമ്പിങ് എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് ജമ്പ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ പുറകിലേക്ക് ജമ്പ് ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ഇതേപോലെ തന്നെയാണ് സെയിം രീതിയിൽ നമ്മൾ ഓരോ യൂണിറ്റും സ്കിപ്പ് ചെയ്തിട്ട് ജമ്പ് ചെയ്യണം അല്ലേ. സെയിം ഓർഡർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. വാട്ട് കംസ് ജസ്റ്റ് ബിഫോർ 10, 9. വാട്ട് കംസ് ജസ്റ്റ് ബിഫോർ 9, 8. അതേപോലെ നമ്മൾ ഇനി വാട്ട് കംസ് ജസ്റ്റ് ബിഫോർ 8, 7 അല്ലേ. 7 പിന്നെ 6 5 4 3 2 1. ഇതേ രീതിയിലാണ് നമ്മൾ ബാക്കിലേക്കും ജമ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതേ രീതിയിൽ തന്നെ ഏത് നമ്പറാണ് ബിഫോർ വരുന്നത് ആഫ്റ്റർ വരുന്നത് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് ബിഫോർ 10 എന്താണ്, 9 ആണ്. ജസ്റ്റ് ബിഫോർ 30 എന്താണ്, 29 ആണ്. ജസ്റ്റ് ബിഫോർ 20 എന്താണ്, 19 ആണ്. ജസ്റ്റ് ബിഫോർ 40 എന്താണ്, 39 ആണ്. ഈ രീതിയിലാണ് ജസ്റ്റ് ബിഫോർ എന്നുള്ളതാണ് കോൺസെപ്റ്റാണ് നമുക്ക് വരുന്നത് അല്ലേ. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ ചാർട്ട് എടുത്താൽ, ഒരു നമ്പറിൻ്റെ ചാർട്ട് എടുത്താൽ ആ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ ഓഫ് നമ്പറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്ത്, ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, നടുവിലുള്ള നമ്പർ എടുക്കുക. നമുക്ക് 9 നമ്പേഴ്സ് കിട്ടിയാൽ നടുവിലുള്ള നമ്പർ എടുക്കുക. അതേതാണ് നമ്പർ, 63 ആണ് നമ്പർ. അപ്പോൾ 63യുടെ 10 ലെസ് ദെൻ. അപ്പോൾ നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സെയിം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 10 ലെസ് ദെൻ ഏതാണ് വരിക എന്ന് നമ്മൾ നോക്കാം. 10 ലെസ് ദെൻ ഏത് നമ്പറാണ് വരിക, 63 നമുക്ക് ഈ കളറിൽ കൊടുക്കാം. 63യുടെ 10 ലെസ് ദെൻ അല്ലേ. 63യുടെ 10 ലെസ് ദെൻ ഏത് നമ്പറാണ് വരിക, നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ കാണാം 53 ആണ് അല്ലേ. ഇനി അതിൽക്ക് 10 ആഡ് ചെയ്ത് 63ലേക്ക് 10 ആഡ് ചെയ്താൽ എന്താണ്, 10 മോർ ആണ്. അപ്പോൾ എന്താണ് വരിക, 73. അതേപോലെ തന്നെ 63യുടെ 1 ലെസ് ദെൻ ഒരെണ്ണം ബാക്കിലേക്ക് ജസ്റ്റ് ബിഫോർ ഏതാണ്, 62 ആണ്. അതേപോലെ 1 മോർ ദെൻ 64നെ ഒരെണ്ണം കൂടി ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക, 63ൻ്റെ ഒപ്പം ഒരെണ്ണം കൂടി ആഡ് ചെയ്താൽ 64 കിട്ടും. ഈ രീതിയിൽ നമുക്ക് ഒരെണ്ണം കൂടി സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. 53യുടെ 10 ലെസ് ദെൻ എന്താണ്, 43. 10 ലെസ്. ഇനി 10 മോർ ദെൻ എന്താണ്, 10 മോർ 63. അതേപോലെ 52യുടെ 1 ലെസ് ദെൻ എന്താണ്, 52. പിന്നെ 54. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കണേ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.